coffee, we have two different type of coffee. That is Arabica and Robusta. This is Arabica. Arabica is more smaller sleeve. Even Robusta, that is a bigger sleeve. Okay, okay. This And is also the Robusta. trace is more high. This is Brazilian coffee. No, the two types. Two types of coffee. Arabica and Robusta. Okay. Hmm? Indian going Arabica in India, a lot of Arabica. Arabica and Robusta, they just type of coffee. Yeah. ഹലോ നമസ്കാരം സുഹൃത്തുക്കളെ. അപ്പോൾ ഇന്ന് നമ്മൾ ഉള്ളത് ബാലിയിലെ പ്രശസ്തമായ കാപ്പുച്ചിനോയിലാണ്. ലോകത്തിലെ ഏറ്റവും വിലയേറിയ ഒരു കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയ തുടങ്ങുന്ന ഒരു ഫാക്ടറിയിൽ നിന്നല്ല, മറിച്ച് ഒരു വന്യജീവിയിൽ നിന്നാണ്. അത് ഏതാണെന്നല്ലേ? ഏഷ്യൻ പാം സിവറ്റ് എന്ന ജീവിയാണ് ഈ വിലയേറിയ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്നത്. ബാലിയിലെ ഈ കോഫി എസ്റ്റേറ്റിൽ നമുക്ക് അതിൻ്റെ കാഴ്ചകളും വിശദവിവരങ്ങളും കണ്ട് മനസ്സിലാക്കാം. കാപ്പിയെ കൂടാതെ കൊക്കോ, കുരുമുളക്, ഏലം, മഞ്ഞൾ തുടങ്ങിയ സുഗന്ധദ്രവ്യങ്ങളെല്ലാം ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. This honey bee house. ഇതിനോടൊപ്പം തന്നെ തേൻ ഉൽപ്പാദിക്കുന്ന തേനീച്ച കൂടുകൾ ഇവിടെ പല സ്ഥലങ്ങളും സ്ഥാപിച്ചിട്ടുണ്ട്. This is the plant of ginseng. Oh, ginseng. Ginseng. That we using from the root. Yeah, we blend with coffee. Okay. This mimosa. Mimosa is a plant. I thought it was. Wow. ഈ ലുവാക് കോഫി ഉണ്ടാക്കുന്നതിൻ്റെ പല പല രീതികളെല്ലാം നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട്. ആദ്യം ഈ സിവറ്റ് എന്ന് പറയുന്ന ജീവി ഇവിടെ നല്ല മധുരമുള്ള കാപ്പിക്കുരുകൾ തന്നെ കഴിച്ചതിന് ശേഷം അതിൻ്റെ വിസർജ്യത്തിലൂടെ പുറത്തു വരുന്ന ഈ കാപ്പിക്കുരു ഇവർ നന്നായി കഴുകിയാണ് വിപ്തമാക്കി നന്നായി ഉണക്കിയെടുത്തതിന് ശേഷം ഇത് പൊടിച്ച് ഫിൽട്ടർ ചെയ്തൊക്കെയാണ് ഈ കാപ്പിപ്പൊടി ഉണ്ടാക്കുന്നത്. All this you are cultivating here. Using for the most expensive coffee from the world. Oh. But this animal just to show how look like. Oh, okay. It's not exactly. Yeah. Yeah. Okay. Yeah. Yeah, we need to sieve it to get just the fine powder. After roasting, we do grinding. Okay. Saving, yeah. This product, fruit. That is the fruit of salad. It's a fruit. Fruit, okay. വളരെയേറെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള സലാക്ക് എന്ന് പറയുന്നൊരു ഫ്രൂട്ടാണിത്. ഒരുതരം പാമിൻ്റെ ഫ്രൂട്ടാണിത്. വാലി കാപ്പുച്ചിൻ. നല്ല പ്രകൃതി രമണീയമായൊരു സ്ഥലമാണിത്. കുന്നും പ്രദേശവും നിറയെ ട്രീസും ഒരു ഫോറസ്റ്റ് ആംബിയൻസ് ഒക്കെ ആയിട്ട്. ഇലയുടെ ഒരു വഴിയില്ലേ, അവിടെ നിന്ന് എടുക്കാമോ? ആ, അവിടെ നിന്ന് എടുക്കാം. 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 അവിടെ
tea that is good for antioxidant. Okay. We have saffron and turmeric that is for anti-inflammation. Okay. So finish the tea. Now start for the coffee. This is avocado coffee. This is pure barley coffee that is regular coffee. We have vanilla coffee. This is mochaccino coffee that is mixed coffee and chocolate. Coconut coffee. This is ginseng coffee that is good for stamina, it's like energy drink. And then the last one we have hot coffee. It is more like a dark chocolate. താങ്ക് യു. ഇവനാണ് ആ ഭീകരൻ കോഫി ഉണ്ടാക്കുന്ന സിവറ്റ്, നമ്മുടെ മരപ്പെട്ടി. അവിടെ നിന്നോ, അവരവിടെ പോവാണ്. ഞാൻ ഇവിടെ നിൽക്കാം. എടുത്തോ. വരുന്നുണ്ട്. തൊടുന്നോ? Sleeping all the day. That there is nice. अच्छा, it's moving. ഓക്കെ, തടവിയാ മതി, ഉറങ്ങുക. ഓക്കെ. ബാലിയിലുള്ള ഒരു ക്ഷേത്രത്തിൻ്റെ അടുത്താണ് ഇപ്പോൾ ഞങ്ങൾ അടുത്തതായി പോകുന്നത് ബാലിയിലെ ആക്റ്റീവ് വോൾക്കാനായ കിന്താമണി വോൾക്കാനോ കാണുന്നതിന് വേണ്ടിയിട്ടാണ്. കിന്താമണി വോൾക്കാന മൗണ്ട് ബാറ്റൂർ വോൾക്കാന എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. പോകുന്ന വഴിയിൽ ഒരു ബന്ദിപ്പൂ തോട്ടം, അപ്പോൾ അതിനോട് ചേർന്ന് തന്നെ ഓറഞ്ച് പേര് കൃഷി ചെയ്യുന്നുണ്ട്. ഓറഞ്ച് ഒക്കെ ഉണ്ടായി കിടക്കുന്ന കാഴ്ച കണ്ടു. Only one, 50. No, reduce, come down. 30. ഏകദേശം
1717 മീറ്റർ ഉയരത്തിൽ തല ഉയർത്തി നിൽക്കുന്ന ഈ സജീവ അഗ്നിപർവ്വതം ആയിരക്കണക്കിന് വർഷങ്ങളായി പ്രകൃതിയുടെ ഒരു അത്ഭുതമാണ്. പുലർച്ചെ സൂര്യന്റെ ആദ്യകിരണങ്ങൾ ബത്തൂരിന്റെ കൊടുമുടിയെ തഴുകുമ്പോൾ ആകാശം സ്വർണ്ണവർണ്ണം പൂശിയ ഒരു ചിത്രമായി മാറുന്നു. താഴെ ബത്തൂർ തടാകം കണ്ണാടി പോലെ തിളങ്ങുന്നു. ഈ കാഴ്ച മനസ്സിൽ നിന്നൊരിക്കലും അയയുകയില്ല. ഓരോ ചുവടും സാഹസമാണ്, ഓരോ ശ്വാസവും പ്രകൃതിയോടുള്ള ഒരു സംഭാഷണവും. ബാലിയിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക് മൗണ്ട് ബത്തൂർ ഒരു മല മാത്രമല്ല, ഒരു അനുഭവമാണ്. പ്രകൃതിയുടെ ശക്തിയും സൗന്ദര്യവും ഒരേ നിമിഷം അനുഭവിപ്പിക്കുന്ന ഭൂമിയുടെ ജീവനുള്ള ഒരത്ഭുതം. Kintamani volcano. It's active volcano of Indonesia. The last time, 6 years back. 60 കൊല്ലം മുമ്പ് ഈ വോൾക്കാനം പൊട്ടി ലാവ ഒഴുകിയത് നമുക്ക് കാണാം. ഇപ്പോഴും ആക്റ്റീവ് ആണ്. ലാവ ഒഴുകിയൊക്കെ കാണാൻ പറ്റും. ബ്ലാക്ക് കളർ ലാവ. സൈഡ് ഒരു മൗണ്ടൻ ഉണ്ട്. അടുത്തതായി ഞങ്ങൾ പോയ സ്ഥലമാണ് തെഗനുംഗൻ വാട്ടർഫാൾസ്. ഉബുദിൽ നിന്നൊരു 10-15 കിലോമീറ്റർ ദൂരമുള്ളൊരു മനോഹരമായ വെള്ളച്ചാട്ടമാണിത്. ദൂരെ വ്യൂ പോയിന്റിൽ നോക്കുമ്പോൾ പാറക്കെട്ടുകൾ തട്ടി വെള്ളം വീഴുന്ന ശബ്ദം, പച്ചപ്പ്, ഹരിതാഭ, തൊട്ടടുത്തുള്ളൊരു ഗ്ലാസ് ബ്രിഡ്ജ്, അങ്ങനെ എല്ലാ പ്രകൃതി സ്നേഹികൾക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഫോട്ടോഷൂട്ട് ലൊക്കേഷൻ കൂടിയാണ് ഈ തെഗനുംഗൻ വാട്ടർഫാൾസ്. ബാലിയുടെ ഹൃദയഭാഗത്ത് ഉബുദ് കൊട്ടാരത്തിൽ വൈകുന്നേരങ്ങളിൽ അരങ്ങേറുന്ന പരമ്പരാഗത നൃത്തം കാണുന്നതിനാണ് ഞങ്ങൾ പോയത്. വെളിച്ചം മങ്ങുമ്പോൾ ഗമലൻ സംഗീതത്തിന്റെ ആദ്യ താളം വായിലൂടെ ഒഴുകിയെത്തുന്നു. ആ താളത്തിനൊപ്പം നൂറ്റാണ്ടുകളുടെ ചരിത്രവും പാരമ്പര്യവും അതിന്റെ പാരമ്യതയിലെത്തുന്നു. കണ്ണുകളുടെ സൂക്ഷ്മമായ ചലനങ്ങളിലൂടെയും വിരലുകളുടെ മനോഹരമായ ഭാവങ്ങളിലൂടെയും വാക്കുകളില്ലാത്ത കഥകൾ അവർ പറയുന്നു. ഇത് വെറും ഒരു നൃത്തമല്ല, ഇതൊരു സംസ്കാരത്തിന്റെ ഹൃദയമിടിപ്പാണ്.